ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. നമ്മൾ സാധാരണയായിട്ട് കപ്പ വെച്ചിട്ട് കപ്പ പുട്ടും കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ കപ്പ പുഴുക്കും ഒക്കെയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൊള്ളിമിഠായി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊള്ളിമിഠായി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള 2 പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ നടുവിലുള്ള നാരൊന്ന് മാറ്റിക്കളയാം. നാരൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ചെറുതായിട്ടുള്ളൊരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഹോളുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണമെന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ 2 പീസ് കപ്പയും ഒന്ന് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റണം. ഒന്നുകിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞ് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിനുള്ളിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കപ്പയിലുള്ള സ്റ്റാർച്ചൊക്കെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാം. നമ്മൾ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർച്ചൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ അത്യാവശ്യം പറ്റുന്ന അത്രയും നന്നായിട്ട് തന്നെ നല്ലത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള ഈ കപ്പ നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മരിച്ചിനിയുടെയും ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ ആ ഒരു നനവിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്കൊരു വാഴയിലയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിനൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മടക്കി എടുക്കാം. മടക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് വേണമെന്ന് മടക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ കപ്പയും ഒന്ന് വാഴയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു സ്റ്റീമർ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കൊള്ളിമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.